നമസ്കാരം. മഹാപഞ്ചായത്തിലെ രാഹുലിന്റെ അവഗണനയിൽ അസ്വസ്ഥനായ തരൂരിനെ ഒപ്പം കൂട്ടാൻ CPM നീക്കം. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായിയുടെ നേതൃത്വത്തിൽ ദുബായിലാണ് നിർണായക ചർച്ചകൾ നടക്കുന്നത്. തരൂർ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും നിഷേധിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടിന് സഹായകമാകുന്ന നിലപാട് സ്വീകരിച്ചാൽ തരൂർ സ്വീകാര്യനെന്ന സൂചനയാണ് LDF കൺവീനർ നൽകിയത്. പുതിയ പാർട്ടി രൂപീകരിച്ച് ഇടതുപക്ഷത്തിനൊപ്പം സഹകരിക്കാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. അർഹിക്കുന്ന പരിഗണനയാണ് CPM വാഗ്ദാനം. മഹാപഞ്ചായത്ത് വേദിയിലെ മോശം അനുഭവത്തിൽ പിണങ്ങി നിൽക്കുന്ന തരൂരിനോട് രാഹുൽ ഗാന്ധി തന്നെ സംസാരിച്ച് മുറിവുണക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴാണ് CPMന്റെ ഇടപെടലുണ്ടാകുന്നത്. മറ്റന്നാൾ നടക്കുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തരൂർ പങ്കെടുക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. മുന്നണി വിപുലീകരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന UDFന് CPM നീക്കം തിരിച്ചടിയാകുമോ? മഹാപഞ്ചായത്തിലെ അപമാനത്തിന് തരൂർ പാർട്ടി വിട്ട് തിരിച്ചടി നൽകുമോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ ജേക്കബ് ജോർജ്, മാധ്യമപ്രവർത്തകൻ, ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്യാം രാജ്, BJP പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, വലിയ നിർണായകമായ ഒരു നീക്കമാണ് തരൂരിനെ ലക്ഷ്യമിട്ട് CPM നടത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ദുബായിലാണ് നിർണായക ചർച്ചകൾ. വ്യവസായി, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വ്യവസായി ഇടനില നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. CPMനൊപ്പം തരൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് വരികയാണെങ്കിൽ അത് CPMനെ സംബന്ധിച്ച് വലിയ ഒരു ക്യാച്ച് ആകുമോ? എങ്ങനെയാണ് താങ്കൾ ഇതിന്റെ സാധ്യതകളെ കാണുന്നത്? അല്ല, അത് എത്ര കണ്ട് സാധ്യമാണ് എന്ന് പറയാറായിട്ടില്ല രേണു. അതാണ് ഞാൻ കാണുന്നത്. ഇതേക്കുറിച്ച് എത്ര കണ്ട് നിർണായകമായിട്ടുണ്ട് ഈ നീക്കം. ശശി തരൂരിനെ എന്താണെങ്കിലും കോൺഗ്രസിന് ഇനി അധികം കാലം നിൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ നമ്മുടെ പച്ചഭാഷയെ പറഞ്ഞാൽ ചവിട്ടിത്തേക്കും. അവർക്ക് തരൂരിനോട് വലിയ ലോഹ്യമൊന്നുമില്ല. തരൂരിന് ഗ്ലാമർ കൂടിപ്പോയി, തരൂരിന് ജനശ്രദ്ധ കൂടിപ്പോയി, തരൂർ ഭയങ്കരമായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. ഇതൊക്കെ കോൺഗ്രസിൻ്റെ അകത്ത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. എന്താണെങ്കിലും ഈ ചവിട്ടും തുപ്പും ഒക്കെ ഏറ്റിട്ട് അധികം കാലം അദ്ദേഹത്തിന് പോകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ CPM ഒരു ഓൾട്ടർനേറ്റീവ് ആണോ, അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതുവരെയും ഞാനൊക്കെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവുമായിട്ട്. അദ്ദേഹം ഒരിക്കലും BJPയോടും CPMനോടും ഞാൻ കൂട്ടുകൂടാനില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ, അത് കുറേ ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പ് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. പിന്നെ എന്ത് എന്ന് ചോദിക്കാം. അദ്ദേഹം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അന്ന് സൂചിപ്പിച്ചത്, അത് പേഴ്സണലായിട്ടുള്ള വർത്തമാനത്തിനിടയ്ക്ക് സൂചിപ്പിച്ചത്, അദ്ദേഹം ഇനി പ്രസംഗത്തിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അതായത് കോൺഗ്രസിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ, അദ്ദേഹവും ഞാനിവിടെ നടത്തിയ അല്പം സാമാന്യം നീണ്ട ഒരു സംസാരത്തിൻ്റെ ചുരുക്കം. അതായത് ഇനി കോൺഗ്രസിൽ അധികം നിൽക്കാൻ പോകുന്നില്ല എന്നുള്ള മട്ടിലാണ്. അദ്ദേഹം എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്കത് കേട്ടാൽ മനസ്സിലാകുമല്ലോ. ഞാനിനി ഇങ്ങനെ വിദേശത്തൊക്കെ പ്രസംഗിക്കും. പിന്നെ 2-3 ചാനൽ, ദേശീയ ചാനലിൽ എൻ്റെ പരിപാടി, ഒരു വീക്ക്ലി വൺസ് പരിപാടി കിട്ടിയിട്ടുണ്ട്. അതിന് കുറച്ച് കാശ് കിട്ടും. പുള്ളിക്കിപ്പോൾ ശശി തരൂരിന് ഇപ്പോൾ വലിയ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നോട്. അതുകൊണ്ട് കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയുള്ള ചില നീക്കങ്ങൾ, ഇതുപോലുള്ള അക്കാഡമിക് കാര്യങ്ങളാണ് നടത്തുക. ടെലിവിഷൻ ചാനലിൽ ചർച്ചകൾ, പിന്നെ വിദേശത്തൊക്കെ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അതൊക്കെ ഒരു ചോയ്സ് ആണ്. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ തരൂർ അത്തരം ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഇല്ല എന്നതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ലക്ഷ്യ ക്യാമ്പിൽ പങ്കെടുത്ത് കോൺഗ്രസിൽ തന്നെ സജീവമാകാൻ നീക്കങ്ങൾ നടക്കുകയായിരുന്നു. കോൺഗ്രസ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നൊരു സന്ദേശം നൽകിയതാണ്. സംസ്ഥാന നേതൃത്വവും അതിന് തന്നെയാണ് പ്രാമുഖ്യം നൽകുന്നത്. അത്തരം ഒരു സന്ദേശം വന്നതിന് ശേഷമാണ് മഹാപഞ്ചായത്തിൽ അദ്ദേഹത്തിന് വലിയ അപമാനം നേരിടുന്നത്. രാഹുൽ
ഗാന്ധി തന്നെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്ന വലിയ വ്യസനം അദ്ദേഹത്തിനെ സംബന്ധിച്ചുണ്ട്. ഈ ഘട്ടത്തിൽ അദ്ദേഹം മറ്റൊരു ഓപ്ഷൻ തേടുകയാണ്. കോൺഗ്രസിലെ ഈ അപമാനങ്ങൾ മുഴുവൻ സഹിച്ച് മതിയായി എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ തേടുകയാണെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDAക്കൊപ്പം അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും എഴുതി വെച്ച കാര്യങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. അദ്ദേഹത്തിന് അത്തരം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിൽ CPM ഒരു ചോയ്സായി വരില്ലേ? ഇടതുപക്ഷത്തിനൊപ്പം സഹകരിച്ചു പോവുക എന്നത് അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്ന് വരുത്തില്ലേ? അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് മറ്റൊരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സഹകരണം അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അതിനൊരു ബെസ്റ്റ് ചോയ്സ് CPM അല്ലേ? അതെ, അത് ബെസ്റ്റ് ചോയ്സ് ആണോ അത് എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം പറയട്ടെ, എന്നിട്ട് നമുക്കതേക്കുറിച്ച് ചർച്ച ചെയ്യാം. അദ്ദേഹം അങ്ങനെ ഒരു ചോയ്സ് CPM ആണ് എൻ്റെ ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തണം. ഇടതുപക്ഷത്തോട് ചേരുക, ഇടതുപക്ഷത്തിൻ്റെ ഒരു കക്ഷി, ഞാനിപ്പോൾ കേട്ടത് ഇടതുപക്ഷത്ത് ചേരുക, എന്നിട്ട് ഒരു കക്ഷിയായിട്ട് ഒരു ചെറിയ കക്ഷി രൂപപ്പെടുത്തുക, ആ കക്ഷിയെ ഇടതുപക്ഷം അംഗീകരിക്കുക, ആ കക്ഷിക്ക് കുറേ സീറ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് പ്രാവർത്തികമാകും, എത്ര കണ്ട് സത്യമാണ്, ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിനൊക്കെ കുറേ ദിവസം, എന്തൊക്കെയാണെങ്കിലും ഇത് നല്ലൊരു സന്ദർഭമാണ്. ഈ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ അകത്ത് ശശി തരൂർ അസംതൃപ്തനാണ്, അദ്ദേഹത്തിന് ഒട്ടും തൃപ്തിയില്ല. രണ്ടാമത്തെ കാര്യം, തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, ഇടതുപക്ഷത്തിന് ഒരു ചെറിയ കൈത്താങ്ങൂടെ വേണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ടും യോജിച്ച ഒരു സാഹചര്യമാണ്. പക്ഷേ അത് എത്ര കണ്ട് പ്രാവർത്തികമാകും എന്ന് തൽക്കാലം പറയാറായിട്ടില്ല. രേണു, തീർച്ചയായും നമ്മുടെ ഈ പാനൽ അറിയാമല്ലോ, ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPMന്റെ പ്രതിനിധികളെ ആരെയും ഈ ചർച്ചയിലേക്ക് അനുവദിച്ചിട്ടില്ല. CPM സഹയാത്രികർ, അത് റെജി ലൂക്കോസിന്റെ BJP പ്രവേശനത്തോടുകൂടി തന്നെ സഹയാത്രികരുമായി ബന്ധപ്പെട്ട് ചില അകൽച്ചകളുണ്ട്. അതുകൊണ്ട് പലരും ചർച്ചകൾക്ക് സഹയാത്രികരായി വരാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ CPMുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ പാനലിലെ വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ജേക്കബ് ജോർജ് ആണ്. ശ്രീ ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വ്യവസായി നടത്തുന്ന ഓപ്പറേഷൻ എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരമൊരു ലക്ഷ്യത്തോടു കൂടി തരൂരിനെ സമീപിച്ചാൽ തരൂർ നോ പറയുമോ? നോക്കൂ, മോദി സ്തുതി പോലെ തന്നെ പിണറായി സ്തുതിയും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് തരൂർ. എനിക്ക് തോന്നുന്നു രേണു പറഞ്ഞതിലൊരു തെറ്റുണ്ട്, ഒരു വലിയ തെറ്റുണ്ട്. നമ്മൾ നല്ല പത്രങ്ങൾ മാതൃഭൂമിയിലും ഇന്ത്യ ടുഡേയിലും ഒക്കെ കൂടി പത്രപ്രവർത്തനത്തിൽ വന്നതാണ്. ഞാൻ അങ്ങനെ പക്ഷാഭേദം ഒന്നും കാണിക്കാത്ത പത്രപ്രവർത്തകനായിരുന്നു ത്രൂ ഔട്ട് മൈ കരിയർ. എല്ലാവർക്കും ഞാനുമായിട്ട് നല്ല ലോഹ്യത്തിലാണ്. അതുകൊണ്ട് CPMുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട കാര്യമേ ഇല്ല, അത് അപ്രസക്തമാണ്. ഞാൻ പറയാം, ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വർക്കബിളാണ്, ആ സൊല്യൂഷൻ വർക്കബിളാണ്. CPMനെ ഒരു കൈത്താങ്ങും കൂടെ വേണം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ. അതേസമയം തന്നെ ശശി തരൂരിനെ ഒന്ന് ചായാനൊരിടം വേണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇത് രേണു പറയുന്ന ആ തിയറി വർക്ക് ചെയ്യും, ശരിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് രണ്ടിടത്തോട്ടും ഞാനില്ല, ഒരു കാരണവശാലും BJPയിലേക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, CPM ഞാനത് ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി ചിന്തിക്കാൻ അദ്ദേഹത്തെ ആരെങ്കിലും പ്രേരിപ്പിക്കുമോ, ഈ ബിസിനസ്സുകാരനോ വേറെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോ പ്രേരിപ്പിക്കുമോ എന്നെനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും അർത്ഥവത്തായ നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും, സംശയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച 31 തീയതിയാണെന്ന് തോന്നുന്നു പാർലമെൻറ്റ് തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും അതനുസരിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും. ദുബൈയിൽ നിന്ന് ഇവിടെ വന്നിട്ടാണോ പോവുക എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ നാളെ എത്തും എന്നതാണ് വരുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തരൂർ നാളെ എത്തും തിരുവനന്തപുരത്ത് നിന്ന് അറിയാൻ പറ്റുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് അവിടെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ N. ശ്രീകുമാർ, കഴിഞ്ഞ ദിവസവും നമ്മൾക്ക് ഈ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടി വന്നത്. അത് തരൂരിന്റെ തന്നെ അതൃപ്തി പരസ്യമാക്കിയുള്ള പ്രതികരണങ്ങളായിരുന്നു. താങ്കൾ എല്ലാ സാധ്യതയും എന്ത് വന്നാലും ആയിക്കോട്ടെ എന്ന രീതിയിൽ പുച്ഛിച്ച് തള്ളുന്നുണ്ടായിരുന്നു. നോക്കൂ, പക്ഷേ ഇവിടെ ഇടതുപക്ഷത്തിനോടൊപ്പം പോകാൻ തരൂർ തീരുമാനിക്കുകയാണ് എങ്കിൽ അവർ തരൂരിനെ മാത്രമല്ല ക്ഷണിക്കുന്നത്, തരൂരിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗത്തെ കൂടിയാണ്. അതിൽ
സമുദായത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിന്, അദ്ദേഹത്തിന് ആകർഷിക്കാൻ പറ്റുന്ന സമുദായത്തിൻ്റെ, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവർ, യുവാക്കൾ, ഒരു എലൈറ്റ് ക്ലാസ് ഒക്കെ തരൂരിനൊപ്പം നിൽക്കുന്നവരാണ് എന്ന് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു വിഭാഗത്തെ ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മനസ്സിലാകുമ്പോൾ വലിയ വിസ്മയങ്ങൾക്ക് അത് വഴി തുറക്കില്ലേ? നോക്കൂ ശ്രീമതി രേണുക, ഞാൻ ആരെയും പുച്ഛിച്ചേ സംസാരിക്കാറില്ല. ഈ നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടുകൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കോൺഗ്രസിന്റെ പക്ഷപാതിയായ പത്രപ്രവർത്തകനാണ് ഞാൻ. അപ്പൊ ആ നിലപാട് പറയുമ്പോൾ അത് അവർ പുച്ഛിക്കുകയല്ല, ഞാൻ ആരെയും പുച്ഛിക്കാറില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ശശി തരൂരിനെ പോലെ ഒരു മനുഷ്യനെ ചെറുതാക്കി കാണിക്കാൻ നമുക്ക് പരിശ്രമമുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ശശി തരൂര് ഒരു എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് ആ അഭിപ്രായ ഭിന്നത അദ്ദേഹം തുടരുന്നത് കൊണ്ടും അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച കാലത്തും അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ആ വിമർശനത്തിൽ യാതൊരു മാറ്റമില്ല. കാരണം അത് നിലപാടുകൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. എന്റെ നിലപാട് തെറ്റില്ല എന്ന ഈ നിമിഷം വരെയും അത് ശരിയാണെന്നും തെളിഞ്ഞു വരികയാണ്. ഇവിടെ ശശി തരൂര് CPM-ലേക്ക് പോകാനൊക്കെ ശ്രമിക്കുന്നു, പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഈ രാഷ്ട്രീയം തീരെ അറിയാത്ത കൊച്ചുകുട്ടികളല്ലല്ലോ ശ്രീമതി രേണുക. ഈ ശശി തരൂര് അദ്ദേഹം ഒരു സ്ഥലത്തേക്കും പോകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് CPM-നെ പോലെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ശശി തരൂരിനെ പോലെയുള്ള ഒരു അന്തർദേശീയ വ്യക്തിത്വം പോയിട്ട് എന്ത് ചെയ്യാനാണ് ഈ കേരളത്തില്? അതും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അമ്പേ പരാജയപ്പെട്ട ഒരു പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം അകലെ എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ശശി തരൂർ പോയിട്ട് എന്ത് ചെയ്യാനാണ്? CPM-നുള്ളവരെ വാതിലോ ജനലോ ഒക്കെ തുറന്നിടുകയായിരിക്കും. അല്ലെ CPM-രുടെ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് വിടാൻ താല്പര്യം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ തൊഴിലാളികളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് പണ്ട് കേട്ടിരുന്നത്. ഇപ്പൊ അത് അങ്ങനല്ല. അതിന്റെ ഏറ്റവും വലിയ സൂചനയാണല്ലോ ഒരു വ്യവസായിയാണ് ചർച്ച ചെയ്യുന്നതെന്നാണ് മാധ്യമ വാർത്ത. ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരാൾ ചേരാനായിട്ട് സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളോടല്ല, ഒരു വ്യവസായിയോടാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനും വ്യവസായികളാണോ മുമ്പോട്ട് വരുന്നത്? അപ്പൊ വ്യവസായ ബന്ധ പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി? അപ്പൊ ആ പാർട്ടിയെ നമ്മൾ അപമാനിക്കുകയാണ് സത്യം പറഞ്ഞാല്. ഇവിടെ സംഭവിച്ചത് എന്തായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നത്, ശശി തരൂർ ഒരു പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയിരിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ അപ്പൊ അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യവസായി, കേരളത്തിലെ വ്യവസായികളൊക്കെ അതാത് കാലത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുള്ളവരാണ്. ചില മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടുതൽ ബന്ധമുള്ളവരും കാണുമായിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ അത് പാർട്ടി മാറാനാണെന്ന് പറയുക. തരൂർ ക്യാമ്പ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ ഒരു പേര്, തരൂർ ക്യാമ്പ്. ഈ ശശി തരൂരിനെ അങ്ങനെ ക്യാമ്പ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനമൊന്നും കേരളത്തിലില്ല. അദ്ദേഹത്തോട് താല്പര്യമുള്ള ഒരുപാട് കോൺഗ്രസ്സുകാർ കേരളത്തിലുണ്ട്. അത് അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ. കെ കരുണാകരൻ പാർട്ടി വിട്ടു പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോകാത്ത കോൺഗ്രസ്സുകാരുടെ നാടാണ് കേരളം എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം നന്നായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹം CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ലെങ്കിലും അദ്ദേഹത്തിന്റെ CPM-നോടെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതില്ലെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആൾ പറയുന്നതൊക്കെ ഇപ്പൊ ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറയാ കോൺഗ്രസിൽ എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ. അങ്ങനെയാണോ കോൺഗ്രസിന്റെ നേതാക്കളെ നമ്മൾ ഗൗനിക്കുക? കോൺഗ്രസിൽ KR നാരായണൻ വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൽ നട്വർ സിംഗ് വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൽ അരുൺ നെഹ്റു വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൽ സാം പിട്രോഡ വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിലെ മണിശങ്കർ അയ്യർ വന്നത് എങ്ങനെയാണ്? കേരളത്തിലെ കോൺഗ്രസിൽ നിന്നുള്ള S കൃഷ്ണകുമാർ വന്നത് എങ്ങനെയാണ്? അപ്പൊ ഇവർക്കൊക്കെ ഇംഗ്ലീഷും മലയാളം അറിയാത്തവരായിരുന്നോ? ഇവരൊക്കെ എഴുത്തുകാരല്ലേ? അതൊന്നും അല്ല വിഷയം. ശശി തരൂരിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസിന്റെ നയങ്ങളോട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. കാരണം അത് അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കോൺഗ്രസിൽ യോജിച്ചതല്ല എന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറ്റാത്ത ഒരാൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ടല്ലോ ശ്രീ ശ്രീകുമാർ. അദ്ദേഹം ഈ അപമാനം സഹിച്ച് നിൽക്കണമോ? അദ്ദേഹത്തിന്റെ എഴുത്ത്, വായന, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നു. യോജിക്കാവുന്ന സാഹചര്യത്തിലെല്ലാം യോജിച്ചു പോകാനുള്ള ശ്രമം നടത്തുന്നു. ലക്ഷ്യ ക്യാമ്പിൽ 2 ദിവസം അദ്ദേഹം ചെലവഴിച്ചതും യോജിച്ചു പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പിൽ തരൂർ കൂടുതൽ സജീവമാകുമെന്ന വാർത്തകളാണ് അതിനുശേഷം വന്നത്. ഒരുപക്ഷെ നേമത്ത് തരൂർ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിന്റെ എന്ന് പോലും വാർത്തകൾ വന്നു. അതിന് പിന്നാലെയാണ് മഹാപഞ്ചായത്തിൽ അദ്ദേഹം അപമാനിതനാകുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിലും നേരത്തെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയും വിളിച്ചില്ല എന്നൊക്കെയുള്ള പരാതികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായല്ലോ. അപ്പോൾ
ഇനിയും അത്തരം അപമാനങ്ങൾ സഹിക്കണമോ എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അപമാനിതനായത് നിങ്ങൾ വിലയിരുത്തിയിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിച്ചില്ലല്ലോ, അതൃപ്തി ഉണ്ട് എന്ന കാര്യം പറഞ്ഞല്ലോ. അത് ഞാൻ പാർട്ടിയിൽ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അതൃപ്തി ഇല്ലെന്നോ ഞാൻ അപമാനിതനായില്ല എന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ നോക്കൂ, ഈ വാർത്തകൾ വന്നിട്ട് എത്ര മണിക്കൂറുകളായി? തരൂർ സമൂഹ മാധ്യമത്തിലൂടെ തനിക്ക് പറയാനുള്ളതൊക്കെ കൃത്യമായും വ്യക്തമായും പറയുന്ന വ്യക്തിയാണല്ലോ. ഏത് തിരക്കുകളിലും അദ്ദേഹം അത് എത്ര സമർത്ഥമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി ഈ രീതിയിലുള്ള വാർത്തകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കിയതിനു ശേഷം ഒരു നിഷേധക്കുറിപ്പ് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ, അതാണ് തരൂർ ക്യാമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ അതിനെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ശശി തരൂർ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? മിനിഞ്ഞാന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം അതൃപ്തനാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പറയാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയിൽ ശരിയും തെറ്റുമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പാർട്ടിയോട് പറയുമെന്ന് പറഞ്ഞു. അതൃപ്തി ഉണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയത്. നോക്കൂ രേണുക, അങ്ങനെ ഒരാൾ ശശി തരൂർ അതൃപ്തനാണോ അതൃപ്തനല്ലേ എന്നുള്ളത് ഓരോരുത്തരുടെ വിലയിരുത്തലാണ്. അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം എന്നാണോ പാർട്ടിയിൽ നിന്ന് മാറുന്നത് അന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾ ആ പാർട്ടിയുമായി യോജിച്ചു പോകണം. അങ്ങനെ യോജിച്ചു പോകാത്തൊരു ഘട്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. ശശി തരൂരിന്റെ നിലപാടുകൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പല ഘട്ടങ്ങളിലായിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശശി തരൂർ കോൺഗ്രസിലേക്ക് വന്നത് UPA ഗവൺമെന്റ് ഉള്ള കാലത്താണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പഴയ നിലപാടുകൾ നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത്. അദ്ദേഹം കോൺഗ്രസിൽ വന്ന ശേഷം അദ്ദേഹത്തിന് കോൺഗ്രസ് MP സ്ഥാനവും മന്ത്രിസ്ഥാനവും കൊടുത്തു. അധികാരമില്ലാത്ത കോൺഗ്രസിന് അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ശശി തരൂരിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ചിന്തിക്കാനും പ്രസംഗിക്കാനും താല്പര്യപ്പെടുന്ന ഒരാളാണ്. അത് കോൺഗ്രസിനോട് യോജിച്ചു പോകാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് പോകണമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അതൃപ്തി ഉള്ളവർക്ക് എത്രയോ വഴികളുണ്ട് അതൃപ്തി ഉള്ളവർക്ക്. പക്ഷേ ഇന്നിപ്പോ ഇത്രയും നേരം ഈ വാർത്ത വന്നിട്ട് നിഷേധിച്ചില്ല എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ശശി തരൂർ പോകുമെന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും നിഷേധിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ശശി തരൂർ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്റെ അഭിപ്രായത്തില്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി പോകുന്നത് എന്താ, കേരള കോൺഗ്രസാ ഒരു പാർട്ടി ഉണ്ടാക്കി പോവാൻ? ശശി തരൂരിന്റെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. ശശി തരൂരിന്റെ നിലപാടുകൾ ചോദ്യം ചെയ്യുമ്പോഴും ശശി തരൂർ എന്ന ബഹുമുഖ പ്രതിഭ അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് CPM-ൽ പോവാ, വേറെ ഒരു പാർട്ടി കിട്ടിയില്ലേ? അതിലും ഭേദം ഒരു പാർട്ടിയിലും പോകാതെ നിഷ്പക്ഷനായിട്ട് രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവാ, കേരളത്തിലെ CPM-ൽ പോകുന്നതിനേക്കാൾ ഭേദം. CPM എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരെന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരളയായിട്ട് മാറിയില്ലേ? അത് ബംഗാളും ത്രിപുരയൊന്നും ഇല്ലല്ലോ. ഇന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞേ കേട്ടില്ലേ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം? അത്തരം ഒരു പാർട്ടിയിലേക്ക് ശശി തരൂർ പോകുന്നൊക്കെ വിചാരിക്കുന്നതും അങ്ങനെ സ്വപ്നം കാണുന്നതൊക്കെ രാഷ്ട്രീയ നിരീക്ഷണമല്ല, അത് മണ്ടത്തരമാണ്. അത് ശശി തരൂരിനെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളുമാണ്. ശരി, കേരളത്തിൽ എന്തായാലും കഴിഞ്ഞ 10 വർഷമായി ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷിയുടെ ഒപ്പം പോവുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ അപമാനമാണോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം തരൂരിന് പറ്റിക്കൂടാ എന്നൊക്കെ താങ്കൾ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും തരൂർ ഇതുവരെ അക്കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ല. ഈ ചർച്ചകൾ നടക്കുന്നു എന്നത് വളരെ ആധികാരികമായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ശ്യാം രാജ്, നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിന്റെ പേരിലാണ് തരൂരും കോൺഗ്രസും തമ്മിൽ അകലുന്നത്. അദ്ദേഹത്തിന് പല വിധത്തിൽ ഏതാണ്ട് കഴിഞ്ഞ ദിവസം പോലും ഗൗതം ഗംഭീറുമായി ബന്ധപ്പെട്ടിരുന്ന പോസ്റ്റിൽ പോലും പ്രധാനമന്ത്രിയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന മനുഷ്യൻ എന്ന പ്രശംസ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ കൂടെ കൂട്ടാനുള്ള സാധ്യതയും സാഹചര്യവും നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോവുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, പ്രത്യയശാസ്ത്രം ഒക്കെ അതിന് പ്രശ്നമായി തീരുകയാണ്. അതാണോ തരൂരിന് ഇങ്ങനെ ഒരു മാർഗം തേടേണ്ടി വരുന്നത്, ഇത്തരം ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരുന്നത്? ഒന്ന്, ശ്രീ ശശി തരൂർ ഈ മാർഗം ഏത് മാർഗമാണ് തേടിയത്? ഒന്ന്, അദ്ദേഹം അസ്വസ്ഥനാണ്, അസംതൃപ്തനാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം തേടിയ വഴി എന്താണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല.
ഇനി കോൺഗ്രസിൽ നിന്ന് എത്രയോ പേര് BJPയിലേക്ക് വന്നിരിക്കുന്നു, എത്രയോ പേര് വന്നിരിക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ, ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെ, ശ്രീമതി പുരന്ദരേശ്വരി ഉൾപ്പെടെ, കേരളത്തിൽ ശ്രീ K രാധാകൃഷ്ണനും ശ്രീ പന്തളം പ്രതാപനും ഉൾപ്പെടെ വലിയൊരു നിര തന്നെ സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ 21 മണിക്കൂർ കൊണ്ട് തീരാൻ പറ്റാത്തത്ര ലിസ്റ്റുകളുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വന്തമായിട്ട് അഭിപ്രായവും അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിവും വ്യക്തിത്വവും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ശ്രീ ശശി തരൂരിനെ പോലെ ലോക കാഴ്ചപ്പാടുകളുള്ള UN-ന്റെ അണ്ടർ സെക്രട്ടറി ജനറൽ വരെ ആയിരുന്ന ഒരു വ്യക്തിക്ക് ആ പാർട്ടിക്കുള്ളിൽ വീർപ്പ് മുട്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, ഞങ്ങളിലേക്ക് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്നും ഇതര പാർട്ടികളിൽ നിന്നും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വന്നിട്ടുണ്ട്. ഇതര പാർട്ടികളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേർന്നിട്ടുള്ളത് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും വ്യക്തിപരമായിട്ടുള്ള ഭാവിയുള്ളത് കൊണ്ടും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ കൊണ്ടും BJP തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഇവിടെ അദ്ദേഹത്തിന്റെ വഴി തെരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ, വഴി തെരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ പറയുന്ന വഴി ഏതാണ് എന്ന് എനിക്ക് വ്യക്തവുമല്ല. അതെന്തായാലും നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഇതിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹത്തെ പോലെ ശ്രീ ശശി തരൂരിനെ പോലെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ശ്രീ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയ ഒരു ചർച്ച നടക്കുമ്പോൾ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ KSUക്കാരൊക്കെ ഉയർത്തി കാണിച്ചിരുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ആയിരുന്നു. ഇന്ന് 15-20 വർഷത്തിന് ശേഷം ഞങ്ങളൊക്കെ യുവമോർച്ച കഴിഞ്ഞ് KSU വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വിട്ട് യുവജന സംഘടനയും വിട്ട് മെയിൻ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും ഇന്നും ശ്രീ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് പാർട്ടി. എന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബത്തെ വട്ടമിട്ട്, ഒരു നെഹ്റു കുടുംബത്തെ വട്ടമിട്ട് മറ്റൊരാൾക്കും കഴിവും പ്രാപ്തിയും വീക്ഷണവുമുള്ള മറ്റൊരാൾക്കും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്ര രീതിയിൽ കോൺഗ്രസ് പാർട്ടി ചുരുങ്ങി പോയിരിക്കുകയാണ്. ഇപ്പൊ ഉപ്പുവെച്ചവന്റെ കറമ്പലതായിട്ടുണ്ട്. ചുരുങ്ങി കോൺഗ്രസ് പാർട്ടി ഇല്ലാതെ ആയിരിക്കുകയാണ്. ഇന്ന് നോക്കൂ, ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്തിൽ മറ്റൊരു പാർട്ടിയുടെ ഒരു ഊന്നുവടി പോലെ മറ്റൊരു പാർട്ടിയെ ഊന്നാതെ അല്ലെ അതിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത തരത്തിലായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. അതൊരു അപവാദം എന്ന് പറയപ്പെടുന്നത് കേരളത്തിലാണെങ്കിൽ പോലും കേരളത്തിലും UDF എന്ന് പറയുന്ന സംവിധാനമാണ്. അതല്ലാതെ ഒറ്റയ്ക്ക് ഇപ്പൊ നിങ്ങൾ ഉത്തർപ്രദേശിലെ അവസ്ഥ എന്താണ്, ബീഹാറിലെ അവസ്ഥ എന്താണ്, മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സംസ്ഥാനങ്ങളിലും തന്നെ, പിന്നെ ചുരുക്കം 1-2 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ചെറിയ മാറ്റങ്ങളുള്ളത്. അങ്ങനെ പറ്റാത്ത ഒരു പാർട്ടിയിൽ നിന്ന് ശ്രീ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിന്റെ അടുത്ത പകുതിയാണ് ഇതിനകത്ത് രസകരം എന്ന് പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിയിലേക്ക് ശ്രീ ശശി തരൂരിന് എങ്ങനെ പോകാൻ വേണ്ടി സാധിക്കും എന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ഒന്ന്, അദ്ദേഹത്തെ പോലെ ലോക വീക്ഷണമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു ആശയത്തിന്റെ ഒപ്പം എങ്ങനെ ചേർന്ന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റും? അവിടെയാണ് അടിസ്ഥാനപരമെന്ന് പറയുന്ന പ്രശ്നം. ആശയപരമായിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് പോവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം എരുതിയിൽ നിന്നും വളചട്ടിയിൽ നിന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ കുഴിയിൽ നിന്നും പടുകുഴിയിൽ നിന്ന് കേക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആവാൻ വേണ്ടി സാധ്യതയുള്ളൂ കോൺഗ്രസ് വിട്ടിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോവുകയാണെങ്കിൽ. കാരണം ആശയപരമായിട്ട് 40 വർഷമായിട്ട് പിന്നിലുള്ള, ആശയപരമായിട്ട് പിന്നിൽ കഴിയുന്ന ഒരു പ്രസ്ഥാനം, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നോക്കുമെങ്കിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ ഏറ്റവും അറ്റത്ത് ഇവരൊക്കെ പറയുന്ന പോലെ വെറും ഒരു ചെറിയൊരു തീക്കനൽ മാത്രമായിട്ട്, ചെറു തരിയായിട്ട് മാത്രം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിലിട്ട് ശ്രീ ശശി തരൂരിനെ പോലെ ഒരാളെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്ന്, ആശയപരമായിട്ട് അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. 2, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഇനി ആ പാർട്ടിയുടെ ഇന്ത്യയിലെ സ്പേസ് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് നമ്മളെ മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ വായിൽ വർത്തമാനം പറയുന്നതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തില്ല, കണ്ണൂരിൽ ഇടപെടുകയാണ് ശ്യാം. അതിന്റെ സാധ്യതകൾ താങ്കൾ തള്ളിക്കളയുകയാണ്. ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രപതിയുടെ സന്ദേശം. We have been propelling our republic towards our constitutional ideals. On that day, our constitution was fully enforced. Bharat, the birthplace of democracy, was unshackled from the dominion system, and our democratic republic came into existence. Our constitution is the foundational document of the largest republic in world history. The ideals of justice, liberty, equality, and fraternity enshrined in our Constitution define our republic. The framers of the Constitution provided a strong bedrock for the spirit of nationalism and the unity of the country through constitutional provisions.
Lauha Purush Sardar Vallabhbhai Patel unified our nation. Last year, on 31st October, a grateful nation enthusiastically celebrated his 115th birth anniversary. Commemorative events related to his 150th Jayanti are being celebrated. These celebrations strengthen the spirit of national unity and pride among the people. From north to south and from east to west, the fabric of our ancient cultural unity was woven by our ancestors. Every effort to promote this spirit of oneness is highly commendable. Since 7th November last year, celebrations marking 150 years of the composition of our national song Vande Mataram are also being organized. This song, which is a prayer to the divine form of Bharat Mata, instills patriotism in every Indian. The great nationalist poet Subramanya Bharati composed the song Vande Mataram Yenvam in the Tamil language, meaning let us chant Vande Mataram, and connected the masses on an even larger scale with the spirit of Vande Mataram. Translations of this song in other Indian language also became popular. Sri Aurobindo translated this song into English. Vande Mataram, composed by the Venerable Bankim Chandra Chattopadhyay, is our lyrical national prayer. 2 days ago, on 23rd January, the nation paid its respectful tributes to Netaji Subhash Chandra Bose on his birth anniversary. Since 2021, Netaji's Jayanti is celebrated as Parakrama Divas, so that the people, especially the youth, can draw inspiration from his indomitable patriotism. Netaji's slogan, Jai Hind, is the declaration of our national pride. Dear fellow citizens, all of you are strengthening our vibrant republic. The valiant soldiers of our 3 armed forces are always vigilant in the defense of our motherland. Our dedicated personnel in the police and in the central armed police forces are continuously and diligently working for the internal security of the people. Our farmers toil hard to produce food for the people. The path-breaking and talented women of our country are setting new benchmarks in many fields. Our accomplished doctors, nurses, and all healthcare workers are dedicated to taking care of the health of the people. Our committed sanitation workers play a major role in maintaining cleanliness in our country. Our enlightened teachers are shaping future generations. Our world-class scientists and engineers are giving new direction to the country's development. Our industrious workers are rebuilding the nation with their talent and contributions. Our promising youth and children strengthen our faith in the great future of our country. 77ാമത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു. വന്ദേ മാതരം രാഷ്ട്രപതിയുടെ സന്ദേശത്തിൽ ഇടം പിടിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചർച്ചകളിലേക്ക് തിരിച്ചെത്താം. മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ, തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസുമായി തരൂർ ഇടഞ്ഞും ഇണങ്ങിയും കുറേ അധികം നാളായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു ഓപ്ഷൻ തരൂരിന്റെ മുന്നിൽ ഇല്ല എന്നതാണ് അദ്ദേഹത്തിനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്ന ഘടകം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷനായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും സഹകരിച്ചു പോകണം എന്ന് തരൂർ കരുതിയ ഇടത്താണ് അദ്ദേഹത്തിന് വലിയ അപമാനം മഹാപഞ്ചായത്ത് വേദിയിൽ നേരിടേണ്ടി വന്നത്. ഇതൊരു ബെറ്റർ ഓപ്ഷനും ബെറ്റർ ടൈമുമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീമതി രേണുക, ബെറ്റർ ഓപ്ഷൻ ആകണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് വ്യക്തമായ സൂചന ലഭിക്കണം. ഈ ഘട്ടത്തിൽ പോലും തരൂറിന്റെ മുന്നിൽ ഇടതുപക്ഷത്തേക്കൊരു വാതിൽ തുറന്നിടുന്നു എന്നോ
ഇടതുപക്ഷത്തേക്ക് അദ്ദേഹത്തെ ആരെങ്കിലും സ്വാഗതം ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ താൻ ഇടതുപക്ഷത്തേക്ക് പോകാൻ തയ്യാറാകുന്നു എന്നോ ഉള്ള ഒരു പ്രസ്താവനയും സൂചനയും ഒന്നും എത്തുന്നില്ല. ഈ വാർത്തകൾ വന്നതിന് ശേഷമാണ് LDF കൺവീനറോട് പ്രതികരണം തേടിയത്. ഇടത് നയം സ്വീകരിച്ചാൽ അദ്ദേഹവുമായി ചർച്ചയാകാം എന്ന് പറഞ്ഞിരിക്കുകയാണ് TP രാമകൃഷ്ണൻ. ഇതേ വാർത്തകൾ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുമ്പോഴാണ് എന്നത് ഓർക്കണം. ചർച്ചകളാകാം, ഇടതുപക്ഷത്തിന്റെ തന്നെ നയമാണ് മുന്നണി വിപുലീകരണം എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, വീണ്ടും തുടർ ഭരണം സാധ്യമാക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ ഒരു പുനർവിചിന്തനം ആവശ്യമുണ്ട്. തലപ്പൊക്കമുള്ള നേതാക്കളെ, ക്രെഡിബിലിറ്റി ഉള്ള നേതാക്കളെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കണം എന്ന് തീർച്ചയായും CPI മാർക്സിസ്റ്റിന്റെ ഇടതുപക്ഷത്തിന്റെ പൊതുവായ ആവശ്യമാണ്. പക്ഷെ സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കി ഓൾറെഡി സെലിബ്രിറ്റിയായ ശശി തരൂറാണ് കോൺഗ്രസിൽ ചേർന്നത് എന്ന് ഓർക്കണം. സാധാരണ നമ്മുടെ രാഷ്ട്രീയക്കാർ താഴ്ന്ന നിലയിൽ തുടങ്ങി അവർ കഠിനാധ്വാനം ചെയ്ത് പാർട്ടി ലാഡറിലൂടെ ഉയർന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് എത്തി നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. തരൂറിന്റെ കേസ് അങ്ങനെയല്ല. അദ്ദേഹം ഓൾറെഡി തന്റെ അധ്വാനം കൊണ്ട് സ്വന്തമായി ഒരു ഇടം ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോക സമൂഹത്തിന്റെ മധ്യേ ഒരിടം, അതുകൊണ്ടാണല്ലോ നമ്മൾ ഗ്ലോബൽ സിറ്റിസൺ, വിശ്വപൗരൻ എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ വരുന്നു. അതുകൊണ്ട് ഈ പണ്ടത്തെ ആളുകളൊക്കെ കേരളത്തിൽ പറയും, ഈ കവുങ്ങിനും തെങ്ങിനും ഒരേ തിലായ്പ് ഉപയോഗിച്ച് കയറാൻ നോക്കരുത് എന്ന്. അതുകൊണ്ട് സാധാരണ ഒരു രാഷ്ട്രീയക്കാരനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്റെ സ്വന്തം കക്ഷിയായ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറുപക്ഷത്ത് നിൽക്കുന്ന BJPക്കോ CPMനോ തരൂർ എന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാൻ ആവില്ല എന്ന് ഏത് മലയാളിക്കും അറിയാം. കാരണം അദ്ദേഹം വ്യത്യസ്തനായ ഒരാളാണ്. അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഏറെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അദ്ദേഹം പറയുന്ന ഓരോ കാര്യവും തലനാരിഴ കീറി പരിശോധിച്ച് അതിൽ നിഗമനങ്ങളിൽ എത്താൻ പാർട്ടികൾ ശ്രമിക്കേണ്ടതില്ല. അത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് ഈ അടുത്ത സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെ അങ്ങ് അവഗണിക്കുക. അദ്ദേഹം പറയുന്ന എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരായി തോന്നാമെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, ഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഔപചാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകാറില്ല. പിന്നെ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് നേതാക്കൾ, ചില MP മാർ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള KPCCയിലെ അംഗങ്ങൾ, അവരൊക്കെ വിരുദ്ധമായ സ്വരമൊക്കെ ഉയർത്തിയേക്കാം. പക്ഷെ ഇതെല്ലാം തന്റെ ചുറ്റും കറങ്ങുന്ന വിവാദങ്ങൾ ഏറെ ആസ്വദിക്കുന്ന തരൂറിനെയാണ് ഞാൻ സത്യത്തിൽ കണ്ടിട്ടുള്ളത്. പൊതുരംഗത്ത് കണ്ടിട്ടുള്ള തരൂർ അങ്ങനെയാണ്, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോഴും തന്നെ കുറിക്കുന്ന വാർത്തകൾ, അത് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, താൻ അത് ആവോളം ആസ്വദിക്കും. അതൊന്നും നിഷേധിക്കാനോ സ്ഥിരീകരിക്കാനോ തന്നെ കിട്ടില്ല. ഇതേക്കുറിച്ച് ഇടതുപക്ഷത്തേക്ക് താൻ നീങ്ങുന്നു എന്ന് ഏതോ വ്യവസായി വരുന്നു. ആ വ്യവസായിയുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്നു. പിണറായി വിജയന്റെ അടുത്ത സുഹൃത്താണ്, CPMന്റെ അടുത്ത ആളാണ് ആ വ്യവസായി. ആ വ്യവസായിയും തരൂറും തമ്മിലുള്ള ധാരണയിൽ ഇതാ തരൂർ CPMലേക്ക് വരുന്നു. ഒരുപക്ഷെ അത് സാധ്യമാവില്ല എങ്കിൽ ഒരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിന്റെ ഏതാനും നേതാക്കളെയും പ്രവർത്തകരെയും കൊണ്ട് ഇടതുപക്ഷത്തെ സുരക്ഷിതമായ ഒരു സ്ഥാനം, അത്രയുമേ ഉള്ളൂ. എന്റെ ഒരു ചിന്ത ഇതാണ്, അത്രയുമേ ഉള്ളൂ. ശശി തരൂർ എന്ന വിശ്വപൗരന്റെ വലിപ്പം അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു CPMന്റെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ, ഇടതു മുന്നണിയുടെ ഏതെങ്കിലും ചെറിയ ഘടകകക്ഷിയുടെ നേതാവായി ഇരിക്കാനുള്ള ഏതെങ്കിലും കേരള കോൺഗ്രസ് നേതാവിനെ പോലെ പെരുമാറാനാണോ ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് ഇസം തരൂരിനെ ബാധിക്കുമോ? ഇല്ല എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. പക്ഷേ നോക്കൂ, മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ പ്രവർത്തക സമിതി അംഗമായ തരൂരിനെ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും കൈ കൊടുക്കുന്ന രാഹുൽ തരൂരിനെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പോലും മറന്നു പോവുകയാണ്. ആ നിലയിൽ ഇനി കോൺഗ്രസിൽ തുടരണമോ എന്നൊരു ചിന്തയുണ്ടല്ലോ. ആ നിലയിൽ ഇനി എത്ര നാൾ തുടരാൻ പറ്റും എന്ന ഒരു ചോദ്യവും ഉണ്ടല്ലോ. അവിടെ ചില അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുമോ, അതിനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇനിയും അപമാനം സഹിച്ച് എന്തിന് കോൺഗ്രസിൽ തുടരണം എന്ന് തരൂർ ചിന്തിക്കുന്ന ഒരിടത്താണ് ഇതിനുള്ള സാധ്യത കിടക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോഴത്തെ സാധ്യത എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കാനാകാത്ത തിരിച്ചടിയായി അതിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. NSS ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് VD സതീശനെ അഴിച്ചുവിട്ടാൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. എന്താണ് SNDP യോഗം ജനറൽ സെക്രട്ടറി എടുക്കുന്ന നിലപാട് എന്നത് നമ്മൾ കണ്ടതാണ്. പ്രബല സമുദായ നേതാക്കളാണ് അവിടെ. മുന്നണി വിപുലീകരണം എന്നത് UDF ആകട്ടെ LDF ആകട്ടെ വളരെ തന്ത്രപ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നത് കാണുന്നതും അതുകൊണ്ടാണ്.
ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമുണ്ടായാൽ എല്ലാ സാധ്യതകളെയും തകിടം മറിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നതുകൊണ്ടാണ്. തരൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവുമായി ഇടതുപക്ഷത്തെത്തുകയാണ് എങ്കിൽ കോൺഗ്രസിലെ സ്വീകാര്യരായ തരൂരിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ തരൂരിനെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് തരൂരിന് സമാഹരിക്കാൻ കഴിയുകയാണ് എന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരുപക്ഷെ വലിയ അത്ഭുതങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടന്നുകൂടായികയില്ല. അല്ല, അങ്ങനെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തരൂർ വന്നാൽ മാറ്റമുണ്ടാവുമെന്ന് CPM പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ശശി തരൂരിന് കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണെങ്കിലും ഒരു പകിട്ടും ഗമയും ഒക്കെയുണ്ട്, ഒരു ഗ്ലാമറുണ്ട്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു ഗ്ലാമർ താരമാണ്. അറിയാമല്ലോ രേണു, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് മുന്നണി കക്ഷികൾ, മുന്നണി നേതൃത്വ പാർട്ടികൾ CPM-ഉം കോൺഗ്രസും, ഈ രണ്ട് കക്ഷികളും വളരെ പ്രായോഗിക രാഷ്ട്രീയം കളിക്കുന്നവരാണ്. അത് 57 മുതൽ ഇങ്ങോട്ട് ആദ്യത്തെ ഐക്യമുന്നണി കെട്ടിപ്പടുത്തത് മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ വരെ അതിലൊരു പെശക് പറ്റിപ്പോയത് UDF-നാണ്. 2021 അതിന് ഭരണം കൈവിട്ടു പോയി. അതിനോടൊരു മിടുക്ക് കാണിച്ചിട്ടാണ്, പ്രായോഗികമായ ബുദ്ധി കാണിച്ചിട്ടാണ് പിണറായി വിജയൻ ഭരണ തുടർച്ച നേടിയത്. നമുക്കൊക്കെ അറിയാവുന്ന രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ കളിയാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും ആ ഒരു ശക്തി കാണും പിണറായി വിജയൻ. ഇക്കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് പിണറായി വിജയൻ തന്നെയായിരിക്കും നേരിട്ട് തീരുമാനമെടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സെക്രട്ടറിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ആയിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്തുമാവട്ടെ, അതെങ്ങനെ വരുന്നെങ്കിൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ. പക്ഷേ നടക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടതുപക്ഷം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്ര ഞെട്ടിയിരിക്കുകയാണ്, സംശയമൊന്നുമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ കാര്യം, ദേശീയ തലത്തിൽ കേരളമല്ലാതെ വേറെ ഒരു സംസ്ഥാനവും CPM-ൻ്റെ കയ്യിൽ ഇല്ല, ഇടതുപക്ഷത്തിൻ്റെ കയ്യിലില്ല. ഇവിടെ കേരളം പരാജയപ്പെട്ടാൽ, കേരളത്തിൽ CPM പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഇടതുപക്ഷം ഇല്ലാതെയാവും, CPM ഇല്ലാതെയാവും. ഇതൊരു വലിയ ദുരന്തമാണ്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിണറായി വിജയനും കൂട്ടരും ഇതൊരു വലിയ ദുരന്തമായിട്ട് തന്നെ കാണും. ഇതിൽ നിന്ന് നേടാൻ എന്താണ് വഴി എന്ന് വിചാരിച്ചിട്ട് എടുത്തിയാടി എന്ത് നടപടി സ്വീകരിക്കാം എന്നല്ല, എന്ത് നടപടി സ്വീകരിക്കാനാവും എന്ന് ചോദിക്കുമ്പോൾ എന്ന് സ്വയം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ശശി തരൂരിൻ്റെ ഓപ്ഷൻ വരാവുന്നത്. അതിന് എവിടെയെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ മാത്രം. അത് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ആ സാധ്യതയുണ്ടായിരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ആ സാധ്യതയുണ്ടായിരുന്നു. അത് അതിനു മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ രൂപീകരണ സമയത്ത് അന്ന് അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ല. പക്ഷേ രണ്ടാം തവണ അവർക്ക് കിട്ടി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്കൊരു മന്ത്രിസ്ഥാനവും കൊടുത്തു ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജുവിന്. അപ്പോഴത് സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ അവർ ചാടി വീഴും. അത്രയ്ക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണ് CPM നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ. അത് പിണറായി വിജയൻ നേരിട്ടായിരിക്കും കൈകാര്യം ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണെന്ന് കാത്തിരുന്ന് കാണാൻ കഴിയണം. ശരി, ശ്രീ N. ശ്രീകുമാർ, നോക്കൂ, തരൂരിന് യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. തരൂർ ഒരു വിഭാഗത്തെ ഒപ്പം കൂട്ടാൻ പറ്റുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞത് MK രാഘവൻ MP ആണ്, നിങ്ങളുടെ കോൺഗ്രസിൻ്റെ തന്നെ MP ആണ്. അദ്ദേഹം കാലാകാലങ്ങളാൽ ഈ കഴിഞ്ഞ കുറേ നാളായി ശശി തരൂർ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രതിച്ഛായ നേടാനുള്ള ശ്രമങ്ങൾ തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അതിനെയൊക്കെ ഒരുമിച്ച് നിന്ന് ഗ്രൂപ്പിന് അതീതമായി നിന്ന് വെട്ടുകയായിരുന്നു. അപ്പോൾ തരൂർ, താങ്കൾ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല എങ്കിൽ, തരൂരിനെ ആരെയും ആകർഷിക്കാനോ ഒപ്പം നിർത്താനോ കഴിയുകയില്ല എങ്കിൽ അത്തരം വെപ്രാളം മറ്റ് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർക്കോ ഗ്രൂപ്പുകൾക്കോ ഒന്നും ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യവുമില്ലല്ലോ. അപ്പോൾ തരൂരിനെ ഒറ്റപ്പെടുത്തേണ്ടത് കേരളത്തിലുള്ളവരുടെ ആവശ്യമാണ്,
ഇപ്പോൾ ഗാന്ധി കുടുംബത്തിന്റെയും ആവശ്യമാണ് എന്നൊരു ഘട്ടം വരുന്നുണ്ട്. അതാണ് തരൂർ കോൺഗ്രസിൽ നേരിടുന്ന അവഗണന എന്നത്. തരൂരിനെ ഒപ്പം നിർത്തിയാൽ ചെറിയ മാർജിനിലാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിപ്പോൾ ഒരു സാധ്യതയാണ്. ആ സാധ്യതയ്ക്കും അപ്പുറം ഇപ്പോൾ തരൂരിനെ കോൺഗ്രസിൽ നിന്ന് ഒപ്പം നിർത്തുന്നു എന്ന് പറയുന്നത് നൽകുന്ന ഒരു പ്രഹരം UDF-നെ സംബന്ധിച്ച് വലുതാകില്ലേ? ഞങ്ങൾ മുന്നണി വിപുലീകരിക്കും, ഇവിടെ വിസ്മയം നടത്തും എന്ന് പറയുന്നവരെ അപകടത്തിലാക്കില്ലേ അത്തരമൊരു നീക്കമുണ്ടായാൽ? നോക്കൂ രേണുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല രേണുക ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശശി തരൂരിനെ ഒരിക്കലും ചെറുതാക്കിയിട്ടോ അദ്ദേഹം ഒരു ഘടകമല്ലെന്നോ അല്ല പറഞ്ഞത്. അത് മനസ്സിലാക്കൂ. ഞാൻ ശശി തരൂരിനെ പറഞ്ഞത് വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടതാണല്ലോ. അതായത് ശശി തരൂര് എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ നിലപാടുകളോട് യോജിച്ചു നിന്ന ഘട്ടത്തില് അദ്ദേഹത്തിന്റെ ഒപ്പം MK രാഘവൻ ഉണ്ടായിരുന്നു, കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും കേരളത്തിൽ ഇടതുമുന്നണിയെയും കേന്ദ്രത്തിൽ BJP-യെയും പുകഴ്ത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അകലുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി. ആ അകൽച്ച ഇപ്പോഴും മാറിയിട്ടില്ല കോൺഗ്രസില്. അത് ഏത് പാർട്ടിയും അങ്ങനെയാണ്. അത് നിങ്ങളൊരു വേദിയില് ഒരാളെ കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായ ഒരു നേതാവ് തങ്ങളുടെ നയത്തിന് ചേർന്ന് പോകാത്ത ഒരാള് തങ്ങൾക്കിടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളെ കണ്ടാൽ ആ ആളോട് വലിയ ഒരു സൗഹൃദം നടിച്ചില്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ സൂചനയായിട്ട് കേരളം കാണുന്നുണ്ട്. അത് തെറ്റല്ലതെന്നും. VS അച്യുതാനന്ദനും പിണറായി വിജയൻ തമ്മിലുള്ള വേദികളിലെ അടുപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏത് പാർട്ടിയിലാണ് ഇല്ലാത്തത്? എല്ലാ പാർട്ടികളിലും ഉണ്ട്. വേദികളിലെ നേതാക്കൾ പരസ്പരം മുഖം കൊടുക്കാത്ത ഒരുപാട് വേദികളുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. അതൊന്നും അല്ല ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു നേതാവിന്റെ ഗതി നിയന്ത്രിക്കുന്നത്. അത് മനസ്സിലാക്കുക ആദ്യം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ ശ്യാം പറഞ്ഞത് അദ്ദേഹത്തിന് കോൺഗ്രസിൽ ഒരു ഇടം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ്. ശ്രീ ശ്യാം, അദ്ദേഹം 2014 കോൺഗ്രസിലേക്കാണ് വന്നത് തൊട്ട് അദ്ദേഹം കോൺഗ്രസിന്റെ MP ആണ്. അദ്ദേഹം കോൺഗ്രസിന്റെ MP ആണെന്ന് മാത്രമല്ല, ഭരണത്തിൽ നിന്നപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കി. അതിനുശേഷം അദ്ദേഹത്തെ കോൺഗ്രസിന്റെ വിദേശകാര്യ പാർലമെന്ററി വിഭാഗത്തിന്റെ ചെയർമാനാക്കി. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു ആളെ മന്ത്രിയാക്കാൻ പറ്റില്ലല്ലോ. ശശി തരൂരിന് പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇതല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്നത്, നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെതായ ചില ചിന്തകളുണ്ട്. അത് കോൺഗ്രസിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകില്ല, കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാകില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ജയഘടകം അല്ല ശശി തരൂർ. അദ്ദേഹം ഏത് മുന്നണിയുടെ ജയഘടകമാണ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തെ, സമകാലിക കേരള രാഷ്ട്രീയത്തെ പഠിക്കാത്തത് കൊണ്ടാണ്. അദ്ദേഹം നിലമ്പൂരിൽ വരാതിരുന്നിട്ടുണ്ടല്ലോ, അവിടെ കോൺഗ്രസ് ജയിച്ചില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീ ശശി തരൂര് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഉണ്ടോ ഇല്ലേ പാർട്ടിയിൽ എന്നുള്ളതല്ല വിഷയം. അതൊരു ഘടകമായിരുന്നില്ല കോൺഗ്രസിന് ജയിക്കാനായിട്ട്. പക്ഷെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് കോൺഗ്രസ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ കൂടെ കൊണ്ടു നടക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നതാണ് ശരി, അത് പാർട്ടി നയം അല്ലെങ്കിൽ പോലും എന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിൽ ശശി തരൂരിനെതിരായിട്ട് പറയേണ്ടി വരും. വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന് പറയുന്നത് വർക്കിംഗ് കമ്മിറ്റിയാണ് കോൺഗ്രസിന്റെ. ആ വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുകയും വർക്കിംഗ് കമ്മിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയുകയും ചെയ്യേണ്ട ഒരാൾ കോൺഗ്രസ് എതിർക്കുന്ന ഒരു ദേശീയ ഗവൺമെന്റിന്റെ നയങ്ങളാണ് നല്ലതെന്ന് പറയുമ്പോൾ കോൺഗ്രസ് എതിർക്കും. തീർച്ചയായും ആ എതിർപ്പ് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തിലും വന്നതാണോ ശ്രീകുമാർ മഹാപഞ്ചായത്തിൽ കണ്ടത്? ഇനിയിപ്പോൾ രാഹുൽ തന്നെ വിളിച്ച് അനുനയിപ്പിക്കും തരൂരിനെ എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അത്തരം ആവശ്യങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. രാഹുൽ ഒരു പക്ഷേ തരൂരിനെ നേരിട്ട് വിളിക്കും എന്നതൊക്കെ സൂചനകളായി വന്നിരുന്നു. പക്ഷേ താങ്കൾ ഈ പറയുന്ന മറുപടി കേട്ടാൽ ആ തരത്തിലുള്ള ഒരു അനുനയത്തിന്റെയും സാധ്യതയും സാഹചര്യവും ഇല്ല എന്ന് തോന്നുന്നു. ഇതിൽ അനുനയത്തിന്റെ പ്രശ്നമില്ല. ഇതിന് കോൺഗ്രസ് നിലപാട് അംഗീകരിക്കുക എന്നുള്ളതാണ്. അനുനയത്തിന്റെ പ്രശ്നം എന്താ? ശശി തരൂർക്ക് വഴക്കിട്ടോ കോൺഗ്രസ്സുകാര്? ഇല്ല. ശശി തരൂര് ഏറ്റവും ഒടുവിലുണ്ടായ പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ മറവിയാണല്ലോ. തരൂരിനെ വേദിയിൽ കണ്ടപ്പോഴും പിന്നീട് പരാമർശിക്കുമ്പോഴും ഒക്കെ രാഹുലിന് വന്ന വീഴ്ചയാണല്ലോ ഇവിടെ ഇപ്പോൾ പ്രശ്നമായിട്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം, ലക്ഷ്യ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നം. അപ്പോൾ രാഹുൽ വിളിച്ച് അനുനയിപ്പിക്കുമോ? അതാണ് ഒരു സാധ്യത നിൽക്കുന്നത്. ഒരു പക്ഷേ ഈ ഇപ്പോഴത്തെ വാർത്തകളെ ആ രീതിയിലൊരു സമ്മർദ്ദ തന്ത്രമാക്കി തരൂർ മാറ്റുന്നതാണോ എന്നതാണ് സംശയം. അങ്ങനെയാണെങ്കിൽ രാഹുൽ വിളിച്ചാൽ അനുനയിക്കപ്പെടുമോ തരൂർ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? അല്ല, നോക്കൂ ശ്രീമതി രേണുകെ, അതായത് ഞാൻ കാര്യം പറഞ്ഞു നിൽക്കൂ. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ശശി തരൂർ ഇതുപോലെ ചില നിലപാടുകൾ എടുത്തപ്പോൾ
പാർട്ടിക്ക് യോജിക്കാത്ത നിലപാടുകൾ എടുത്തപ്പോൾ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ വന്ന് അദ്ദേഹത്തിന്റെ കാര്യം വിശദീകരിച്ചു. ക്ഷമിക്കണം, അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ വീട്ടുകളിൽ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിച്ച് പോയതാണ്. പക്ഷെ അതിനുശേഷവും അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJPക്കും RSSന്റെ ആദർശങ്ങൾക്കുമെതിരെ ശക്തമായി പോരാടുമ്പോൾ ആ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതൃപ്തി ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, അതൃപ്തി ചില വേദികളിൽ ഇത് സൂചനയാണ്. ഞാൻ പറഞ്ഞില്ല ഉദാഹരണങ്ങൾ സഹിതം, പിണറായി വിജയനും BS തമ്മിലൊക്കെ ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞില്ലേ, അതുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമല്ല. അനുനയനം എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിലെ അനുനയനത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് വേറെ തരത്തിലുള്ള വിഷയങ്ങളാണ്. അതിലൊക്കെ ഒന്നും എത്തിയിട്ടില്ല ശശി തരൂരിന്റെ കാര്യത്തിൽ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. അതിൽ തരൂർ ഉണ്ടാകുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തരൂർ ഉണ്ടാകില്ല എന്ന സൂചനകളാണ് വരുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ശശി തരൂർ വന്നാലും വന്നില്ലെങ്കിലും അതൊരു വിഷയമല്ല. കാരണം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി എന്ന് പറയുന്നത് നിർബന്ധമായും ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം പങ്കെടുക്കേണ്ടതല്ല. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി എന്ന് പറയുന്നത് ആ കേരളത്തിലുള്ള നേതാക്കൾ, അവർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ അതിലിവിടെ കേരളത്തിൽ നിന്നുള്ളവരുണ്ടെങ്കിലാകാം, പങ്കെടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് അവധിക്ക് അപേക്ഷിക്കാം, ഒരു വിഷയമില്ല. പക്ഷേ നിലപാടുകളിൽ പറയുമ്പോൾ ആ നിലപാടിൽ വിരുദ്ധമായ നടപടി എടുക്കാൻ പാടില്ല. അതിപ്പോ മാധ്യമ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ശശി തരൂരിനോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ നിലപാടെന്നാൽ അദ്ദേഹം എല്ലാം ആസ്വദിക്കുന്ന ഒരാളാണെന്ന് നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം നിലപാടാണ്. രണ്ട്, അദ്ദേഹം പല കാര്യങ്ങളിലും അതായത് ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കും ഒരു പ്രസംഗകൻ എന്ന നിലയ്ക്കും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ, സ്വന്തം കാഴ്ചപ്പാടുകളിൽ അഭിരമിക്കുന്ന ഒരാളാണ്. അതൊരു പക്ഷേ ഒരു പ്രസ്ഥാനത്തിന്, ഒരു ദേശീയ പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ചില അതൃപ്തി ഉണ്ടെങ്കിൽ ആ അതൃപ്തി ഒരു രാഷ്ട്രീയത്തിന്റെ ഭിന്നതയായിട്ട് കണക്കാക്കാനും പറ്റില്ല. അത് യോജിക്കാവുന്ന വേദികളിൽ വെച്ച് യോജിപ്പിക്കാൻ പറ്റുമെങ്കിൽ യോജിപ്പിക്കും. അതെല്ലാം ഉണ്ടെങ്കിൽ ആ നിലപാടെടുത്ത ആളാണ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. കോൺഗ്രസ് ഈ ആളുകളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു എങ്കിൽ നേരത്തെ 1 മണിക്കൂർ എണ്ണമിട്ടാൽ തീരില്ല എന്ന് ശ്യാംരാജിന് ഇവിടെ നിന്ന് പറഞ്ഞേണ്ടി വന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒപ്പം നിർത്താൻ പറ്റുന്നവരെ പോലും നിർത്താത്ത പല സാഹചര്യങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അതൊരു നഷ്ടമായി കോൺഗ്രസിന് ഇപ്പോഴും തോന്നുന്നില്ല എങ്കിൽ നമുക്കൊന്നും പറയാനുമില്ല. എന്തായാലും തരൂർ അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടിപ്പിക്കുന്നു എന്നതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശ്യാംരാജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ അധ്യക്ഷൻ ആവർത്തിച്ച് പറയുന്നുണ്ട് UDFും NDAയും തമ്മിലാണ് കേരളത്തിൽ മത്സരമെന്ന്. കോൺഗ്രസ് മുക്ത ഭാരതം ആണ് ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കുന്നതെങ്കിലും പക്ഷേ ഇവിടെ മത്സരം UDFും NDAയും തമ്മിലെന്ന് പറയുന്നു. അവിടെ UDFിനെ അസ്വസ്ഥമാക്കുന്ന, UDFിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏതൊരു സാഹചര്യം വന്നാലും വരട്ടെ, നല്ലത് എന്ന രീതിയിൽ കാണുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ തരൂർ വിഷയവും കൂടുതൽ മൂർച്ഛിക്കട്ടെ, CPMനൊപ്പം തരൂർ പോയാലും, ഞങ്ങൾക്കൊപ്പം വരാതെ CPMനൊപ്പം പോയാലും അത് ഞങ്ങൾക്ക് ഗുണമാകും എന്ന തരത്തിലാണോ നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? രേണുക, ഇപ്പോ ഒന്ന്, ശ്രീ ശശി തരൂർ പാർട്ടിക്കുള്ളിൽ അസംതൃപ്തനാണ്, അസ്വസ്ഥനാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് പാർട്ടി അവരുടെ നേതാക്കൾ സമ്മതിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം എവിടെ പോകണം, എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിനെ നോക്കി കാണുകയുമാണ്. ഇനി ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം. ഞങ്ങളിപ്പോ ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ആ പാർട്ടിക്കകത്തുണ്ടോ, അദ്ദേഹത്തിന് അസ്വസ്ഥനാണോ എന്നുള്ളത് നോക്കിയിട്ടല്ലല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും തീരുമാനിക്കേണ്ടത്, നോക്കിക്കാണേണ്ടത്. അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കി കാണുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക് വലിയൊരു കാര്യമായിട്ട് ഞങ്ങളെ ബാധിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെയുമല്ല കാര്യങ്ങൾ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ജീർണത. ആ ജീർണത എത്രമാത്രം ശ്രീ ശശി തരൂരിന് ഇവർ കൊടുത്തിട്ടുള്ള ചുമതലകൾ കൊണ്ട് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അത് മൂടി വെക്കപ്പെടുമോ? ആ ജീർണത ഇവർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവർക്കാണ് പ്രശ്നം. അത് മനസ്സിലാക്കുന്നത് ഞങ്ങൾക്കൊരു നിർബന്ധമില്ല, മനസ്സിലാക്കാതിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എത്രയോ അസംതൃപ്തരായിട്ടുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 10-15 വർഷങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശ്രീ ഹിമന്ത വിശ്വ ശർമ്മനെ മാത്രം ഞങ്ങൾ എടുത്തു. ഒന്നും നിങ്ങൾ എടുത്തു നോക്കൂ. അദ്ദേഹത്തിന് ശ്രീ രാഹുൽ ഗാന്ധി കാണാൻ അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് വലിയ അപമാനത്തിനായിട്ട് ഇറങ്ങിപ്പോന്ന് BJPയിലേക്ക് ചേരുകയാണ്. ഇന്ന് ഈ രാജ്യത്തെ അറിയപ്പെടുന്ന ഏറ്റവും, പ്രത്യേകിച്ച് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കഴിഞ്ഞ ഈ ബംഗ്ലാദേശിലെ വിഷയമൊക്കെ വന്ന സമയത്ത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇടപെടുന്ന ഈ രാജ്യത്തിലെ മികച്ച ഒരു മുഖ്യമന്ത്രിയുടെ അദ്ദേഹം മാറിയില്ലേ?
എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഴിവിനെയും പ്രാപ്തിയെയും ഉപയോഗിക്കാൻ BJP കഴിയുമ്പോൾ, മറുവശത്ത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മയ്ക്ക് മുകളിലേക്ക് വളരുന്ന ഒരാളെ പോലും വളർത്താതിരിക്കാനോ അല്ലെങ്കിൽ അവരെ മറച്ചു പിടിക്കാനാണ് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പോ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 10-15 വർഷമായിട്ട് 20 വർഷമായിട്ട് ഭാവി പ്രധാനമന്ത്രി എന്ന് ഇവർ ഉയർത്തിക്കാണിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്? കഴിഞ്ഞ 10-12 വർഷത്തിനകത്ത് 100-ലധികം വരുന്ന തിരഞ്ഞെടുപ്പുകളെ അദ്ദേഹം നയിച്ചിട്ടും അത്രയും വരുന്ന തിരഞ്ഞെടുപ്പുകളെ അദ്ദേഹം പരാജയപ്പെട്ടു. 100-ലധികം വരുന്ന തിരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയെ പരാജയപ്പെടുത്തിയ ഒരു വ്യക്തി. SIR-നെ കുറിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ വലിയ ചർച്ചകൾ നടത്തുകയും എന്നാൽ പാർലമെന്റിൽ അതിന്റെ ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്. ഇവിടെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അവിടെയും വലിയ ആരോപണങ്ങൾ നടത്തുകയും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സമയത്ത് രാജ്യത്ത് നിന്ന് ഒളിച്ചോടപ്പെടുന്ന ഒരു വ്യക്തി. അങ്ങനെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും യാതൊരു രീതിയിലും ഏൽക്കാതെ പാർട്ടിയെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് മാത്രം നയിച്ച ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് അപ്പുറത്തേക്ക് കഴിവും പ്രാപ്തിയും ഉള്ള ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? ഇപ്പൊ സംഭവിക്കുന്ന എന്താ? നെഹ്റു കുടുംബത്തിന് വേണ്ടിയിട്ട് പാട്ട് പാടുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ചുമതല കിട്ടുന്നുള്ളൂ. അത് അവരെന്ത് വേണം ചെയ്യട്ടെ, അതൊരു ഇന്ത്യയിൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമല്ല എന്നവരെ കൊണ്ട് പറയാൻ വേണ്ടി സാധിക്കുമോ? അപ്പൊ അത്തരത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയിലെ അസംതൃപ്തരായിട്ടുള്ള അനവധിയായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ശ്രീ ശശി തരൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടിക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിന് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അവരെ കൊണ്ട് കഴിയുന്നില്ല. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് വന്ന ആളുകൾ എത്ര മനോഹരമായ രീതിയിലാണ് പാർട്ടിക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ അദ്ദേഹം അസംതൃപ്തനാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഒറ്റ കാര്യം, ലാസ്റ്റ് കാര്യം, ഇനി അദ്ദേഹം പോകുന്നത് എങ്ങോട്ട് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. അദ്ദേഹം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത, കേരളത്തിൽ നിന്ന് നമ്മൾ പലതും പറയും, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കേരളം വിട്ടിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം പോകും എന്ന് ഈ സമയത്ത് പോലെ ഞങ്ങൾക്ക് അതിനകത്ത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് പോകാൻ മാത്രം, അതായത് കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് വീണ് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നിലപാട്, ഒരു നടപടി ശ്രീ ശശി തരൂർ എടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഇന്ത്യ മുന്നണി എന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ യോജിച്ച് നിൽക്കുന്ന ഇടമാണ്, ഇടത് പാർട്ടികളുമൊക്കെ യോജിച്ച് നിൽക്കുന്ന ഇടമാണ്. തരൂരിന് അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ദേശീയ തലത്തിൽ അത്തരം ഒരു ഫിഗറായി തുടരാനും ഒക്കെയുള്ള സാധ്യതകൾ ഇടതുപക്ഷത്തിനൊപ്പം പോകുന്നത് കൊണ്ട് ഇനിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൂടുതൽ ഫലപ്രദമാക്കാൻ, പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് സമയവും സൗകര്യവും മനസ്സും ഉണ്ടോ എന്നതാണ് പ്രധാനം. തരൂരിൻ്റെ ഇടപെടലുകൾ എപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം കാണിക്കുന്നുണ്ടോ എന്നതാണ്. അതിനുള്ള സാധ്യതയും സാഹചര്യവും അദ്ദേഹം പ്രയോജനപ്പെടുത്തുമോ എന്നതാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അതോ ഇതൊരു സമ്മർദ്ദ തന്ത്രമാക്കി അനുനയത്തിലൂടെ കോൺഗ്രസുമായി യോജിച്ചു പോകാനുള്ള സാധ്യതകളാണോ കൂടുതൽ? താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? എന്നോടല്ലേ ചോദ്യം? അതെ. ഒരു അനുനയത്തിലൂടെയാണ് ഇത്രയും സമയം തരൂർ വിഷയം കോൺഗ്രസ് പാർട്ടി കൈകാര്യം ചെയ്തത്. പരസ്യമായി വലിയ ക്ഷമാപണങ്ങളൊന്നും നടത്തിയില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടില്ല. എങ്കിലും ഈ മഞ്ഞ് പലപ്പോഴും കുന്നുകൂടി നിൽക്കുകയും പിന്നീട് മഞ്ഞുരുകി എല്ലാം ഭദ്രം എന്ന പ്രതീതി ജനിക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷം നിരന്തരം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ കേന്ദ്രസ്ഥാനം തരൂരിന് ഉണ്ടായിരുന്നു, ഫോർ റൈറ്റ് റീസൺസ് ആൻഡ് ഫോർ റോങ് റീസൺസ്. ഈ ഒരു എപ്പിസോഡ് ഇതൊരു പാസിംഗ് ഫേസ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇതൊരു വലിയ കാറും കോളും നിറഞ്ഞ ഒരു വലിയ കടലിൽ പെട്ടുപോയ ഒരു പത്തേമാരിയാണ് കോൺഗ്രസ് പാർട്ടി. കാരണം ദേശീയ തലത്തിൽ അധികാരമില്ല. ഈ അധികാരത്തിന്റെ ഒരു പ്രതീക്ഷ, അതിന്റെ സ്ഫുലിംഗങ്ങൾ കേരളത്തിൽ കാണാനുണ്ട്. കാരണം ആ രീതിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും അതുപോലെ മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും എല്ലാം വന്നത്. അവിടെ ഒരു പ്രതീക്ഷയുടെ നുറുങ്ങുവട്ടം ആകെ ഉള്ളത് കേരളത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഒരു പക്ഷേ UDF സംവിധാനത്തിന് കേരളത്തിലുള്ളത്. ആ ഒരു വഞ്ചിയിൽ നിന്നും, ആ പത്തേമാരിയിൽ നിന്നും വലിയ രീതിയിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡന്റ് ഇന്ന് പറഞ്ഞതുപോലെ ഒരു മുങ്ങുന്ന കപ്പലിൽ നിന്നും താഴെ കടലിലേക്ക് ചാടുന്നതിന് തുല്യമാവില്ലേ എന്ന രീതിയിൽ ഇടതുപക്ഷത്തേക്ക് പോകാൻ കഴിയുമോ? ഇടതുപക്ഷം വളരെ ദുർബലമായിരിക്കുന്നു പാൻ ഇന്ത്യ ബേസിസിൽ. ശശി തരൂർ പാൻ ഇന്ത്യ നേതാവ് മാത്രമല്ല, വിശ്വപൗരനാണ്. അങ്ങനെയുള്ള ആൾക്ക് ചെറിയൊരു പാർട്ടിയിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലേക്ക് കടന്നു വരാനാവുമെന്ന് കരുതുന്നതേ ഇല്ല. 1. 2, പാർട്ടി പുലർത്തിക്കൊണ്ട് തന്നോടൊപ്പം നിൽക്കുന്ന ചിലരെയെങ്കിലും, ഒരു തരൂർ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പിനെ കുറിച്ച് പോലും ഞാൻ കേട്ടിട്ടില്ല.
ഏതാനും സുഹൃത്തുക്കൾ ഉണ്ടാകാം, അത് പാർട്ടിക്ക് പുറത്തൊക്കെയാണ് പലപ്പോഴും തരൂറിന്റെ സുഹൃത്ത് ബന്ധങ്ങൾ. അവരെല്ലാം കൂട്ടിക്കൊണ്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കും എന്നതും ചിന്തിക്കാനാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇതൊരു ബാർഗെയിനിങ് ടാറ്റിക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു തരം കോൺഗ്രസ് പാർട്ടിയെ എപ്പോഴെല്ലാം ബുദ്ധിമുട്ടിലാക്കാമോ, ഈ തന്നെ അപമാനിച്ച, തന്നെ അവഗണിച്ച, തന്നെ തുച്ഛീകരിച്ച, തന്നെ പാർശ്വവൽക്കരിച്ച ഗാന്ധി നെഹ്റു കുടുംബത്തിലെ ഇപ്പോഴത്തെ ചുമതലക്കാർ, അത് രാഹുൽ ഗാന്ധി എന്ന് കൃത്യമായി വായിച്ചെടുക്കാം, അവർക്ക് ഒരു മറുപടി കൊടുക്കാൻ എപ്പോഴും ഒരു മുള്ളായി അല്ലെങ്കിൽ അഖിലധീലായി ഇങ്ങനെ തരൂർ നിൽക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്, ഒരു സാഹിത്യകാരന്റെ ഒരു ശൈലിയാണ്. അദ്ദേഹത്തിന്റെ കാവ്യരീതി അങ്ങനെയാണ്. തന്നോട് ഇങ്ങനെയാണ് കാണിക്കുന്നത്, തന്റെ രീതികൾ ഇങ്ങനെയാണ്. വേണമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പുറത്താക്കിക്കോ, താൻ തന്റെ പാട് നോക്കിക്കൊള്ളാം, എഴുത്തും വായനയും പ്രഭാഷണവുമായി ജീവിച്ചു കൊള്ളാം എന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് സ്വന്തമായ ഇടം കണ്ടെത്തിയ തരൂർ കേരള സമൂഹത്തിലും ഇന്ത്യ സമൂഹത്തിലും ലോകത്തും ഒരു ഇടം കണ്ടെത്തിയ ഒരാൾക്ക് സാധ്യമാകുന്ന ഒരു ശരീരഭാഷയും വാക്കുകളും തന്നെയാണ് തരൂർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തരൂരിനെ അവഗണിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് എത്ര കാലം പോകാനാകുമെന്നറിയില്ല. പക്ഷേ തരൂരിനെ ഇതൊന്നും ബാധിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ശരി, തരൂർ ഇടതിനൊപ്പം പോകുമോ എന്നതായിരുന്നു പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നവർ 33% മാത്രമേ ഉള്ളൂ, അല്ല എന്ന് പറയുന്നവരാണ് 62% പേർ. എന്തായാലും ഇടതിനൊപ്പം കൂട്ടുകൂടാൻ തരൂരിനാകില്ല എന്ന് കൂടുതൽ പേർ വിശ്വസിക്കുമ്പോൾ എന്താണ് ഇതല്ലാതെ തരൂരിന് മുൻപിലുള്ള മറ്റ് മാർഗം എന്ന ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഈ വാർത്തകൾ തരൂർ നിഷേധിച്ചിട്ടില്ല. തരൂരിന്റെ പ്രതികരണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. അനുനയം സാധ്യമാകുമോ, തരൂർ ഒരു വിസ്മയമായി മാറുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും.